ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉത്രാടമൊക്കെ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? അയ്യോ, ഇന്ന് ഞാനത്തെ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം കേട്ടോ. ഉത്രാടം സ്പെഷ്യൽ എന്താണ് ഞങ്ങളുടെ പരിപാടി, എന്താണ് ഓണത്തിൻ്റെ ഒരുക്കം ഞങ്ങൾക്കിവിടെ വീട്ടിലുള്ളത് എന്നൊക്കെ. നമുക്കിങ്ങനെ സ്പെഷ്യലായിട്ട് ഓണത്തിന് ഒരുങ്ങാനൊന്നുമില്ല. കാരണം നാളെ നമ്മുടെ ഓണം എന്ന് പറയുന്നത് മമ്മിയുടെ വീട്ടിലാണ്. സോ നമ്മൾ നാളെ രാവിലെ തന്നെ അങ്ങോട്ട് പോകും. പിന്നെ ഈവനിങ് വരും. നമ്മുടെ ഈ വീട്ടിലെ ഓണം നാളെ കഴിഞ്ഞിട്ടാണ്. അപ്പം ഇന്ന് ഉത്രാടത്തിന് ഇവിടെ എന്തൊക്കെയാണ് പരിപാടി എന്ന് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ അതാ രാവിലെ കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേനും മമ്മി ഇതാ ചപ്പാത്തിയും മുട്ടക്കറിയും തന്നു കേട്ടോ. ഇതെല്ലാം കഴിച്ചിട്ട് നമുക്കിനി 100 കൂട്ടം പണികളുണ്ട്. ഉത്രാടത്തിന് എല്ലാവർക്കും പാച്ചിലെന്ന് പറയുന്ന പോലെ നമുക്കും ഇനി പാച്ചിലിൻ്റെ ടൈമാണ്. ഹലോ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ അടുത്ത പണിക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, ഏതാണ്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുള്ള മാവ് നമ്മൾ കുഴച്ച് കൊടുക്കണം. കുഴച്ച് പരത്തി കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് വറുത്തെടുക്കുന്ന ജോലി മമ്മി ചെയ്തോളും. അപ്പം നമ്മൾ മാവ് കുഴയ്ക്കാൻ പോവാണ് കേട്ടോ. മാവ് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, നമുക്ക് മറ്റേ ഡൈമനൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മാവാട്ടോ ഇത്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മാവെല്ലാം മീൻസ് കയ്യിൽ കോരിയിട്ട് എടുത്ത കപ്പിലല്ല. അതുകൊണ്ടാണ് കയ്യിലെല്ലാം മാവിരിക്കുന്നത്. നിങ്ങൾ വേറൊന്നും വിചാരിക്കട്ടെ. സോ നമ്മുടെ കയ്യിൽ ഇത് തന്നിട്ട് മമ്മി കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചത് മമ്മി. എന്നിട്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ സൈഡിൽ നിന്ന് തന്നുകൊണ്ടിരിക്കുക. നന്നായിട്ട് കുഴക്കണം, നല്ല സോഫ്റ്റ് ആയിരിക്കണം, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അതനുസരിച്ച് കുഴയ്ക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കി തരുമല്ലോ. അങ്ങനെ നമ്മുടെ 2 ബാറ്ററും റെഡി ആക്കിയിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ ചക്കക്കുരു മുട്ടായിക്ക് വേണ്ടിയിട്ടുള്ളതും നെക്സ്റ്റ് വൺ ഈസ് ഫോർ നമ്മുടെ ഡൈമിന് വേണ്ടിയിട്ടുള്ളതും. പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് വേണ്ട, കയ്യിലെല്ലാം മാവിരിക്കുക. ഒരുത്തി കൊണ്ടുവന്ന് പെരക്കാൻ വന്നിട്ട് പോകാം. അത് വേണ്ട, പോവല്ലേ, കാണിക്കാം. എവിടെ പോ, ഇപ്പുറത്ത് പോ കാണിക്കാം. അങ്ങനെ സെലിബ്രിറ്റി ആവാൻ താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അങ്ങനെതാ ഇത് നമ്മളുടെ ഡയമണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സാധനം കേട്ടോ. ഇതിനി എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. പിന്നെ ഇത് നമ്മളുടെ സ്വീറ്റിന് വേണ്ടിയിട്ടുള്ള മാവ് ഇങ്ങനെ ഉരുട്ടിയെടുത്ത കേട്ടോ. അതങ്ങനെ പെർഫെക്റ്റ് ഷേപ്പൊന്നും ഞാൻ വെച്ചിട്ട് വന്നില്ല. സോ ഉള്ളതുപോലെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ട് ഇതും നമുക്കിനി എണ്ണയ്ക്കകത്തിട്ട് നമ്മുടെ പഞ്ചസാര പാവിൻ്റെ അകത്തിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേന് അതും റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡയമണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വറുത്തെല്ലാം കോരി തണുക്കാനായിട്ട് വിട്ടതാട്ടോ. സോ നമ്മൾ വറുത്ത് കോരി ഇനി നമുക്ക് ഇതെല്ലാം തണുത്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പാക്ക് ചെയ്ത് വെക്കണം. നമുക്കുള്ളതും എടുക്കണം. പിന്നെ നമ്മൾ നാളെ പോകുമ്പോഴത്തേന് നമുക്കവിടെ 2 വീടുണ്ട് കേട്ടോ. ഒന്ന് എൻ്റെ അമ്മാച്ചൻ്റെ വീട്, പിന്നെ ഒരെണ്ണം എൻ്റെ ആൻറ്റിയുടെ വീട്, മമ്മിയുടെ സിസ്റ്ററുടെ വീട്. സോ നമ്മൾ പോകുമ്പം അവിടെ ചെറിയ ചോട്ടാസൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കൂടെ കൊണ്ട് കൊടുക്കാനായിട്ടാണ്. നമ്മൾ സ്വീറ്റും പഞ്ചസാര പാവിൻ്റെ അകത്തൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. അതും റെഡിയായി. നമുക്കിനി തണുത്ത് കഴിയുമ്പോഴത്തേനും എടുത്ത് പാക്ക് ചെയ്ത് വെച്ചാൽ മതി. സോ ആ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഉച്ചയായി. എനിക്ക് ചോറ് വേണ്ടായിരുന്നു. സോ നമ്മൾ ഒരു പേരയ്ക്കയും 2 പഴമാണ് കേട്ടോ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ TV എല്ലാം കണ്ട് കുറച്ച് നേരം വർത്തമാനം എല്ലാം പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇത്ര സമയമായി, സന്ധ്യയായി. എണ്ണയൊക്കെ തേച്ച് കുളിക്കാനായിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ. കുളിക്കാൻ മടിയായത് കാരണം ഇങ്ങനെ വാചകമൊക്കെ അടിച്ചിരിക്കുവാണ്. അപ്പോഴത്തേനും അമ്മയെന്ന് പറയുന്നത് എന്നെ കാണിക്കല്ലേ. ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും മമ്മി നല്ല കപ്പയും ബീഫ് കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത് കഴിക്കാനായിട്ട് പോവാണ്. ഇനിയിപ്പോൾ വൈകിട്ടൊന്നുമില്ല. ഇത് കഴിക്കുന്നു, കൈ കഴുകുന്നു, കുടിക്കാൻ വെള്ളം എടുക്കുന്നു, നമ്മൾ പോയി കിടന്നുറങ്ങുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.